സമ്പുഷ്ടീകരിച്ച യുറേനിയം ഞങ്ങൾക്ക് തന്നേക്കാമെന്ന് ഇറാൻ സമ്മതിച്ചതായി ട്രംപ്. എന്നാൽ അങ്ങനെ ഒരു ചർച്ചയുണ്ടായില്ലെന്നും അങ്ങനെ സമ്മതിച്ചിട്ടില്ലെന്നും ഇറാൻ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കി. ഒന്ന് ഉറപ്പുണ്ട്, അമേരിക്കയ്ക്കും ഇറാനും ഒരുപോലെ തന്നെ ഒരു യുദ്ധം വലുതാക്കാനോ വലിച്ചു നീട്ടാനോ താൽപര്യമില്ല. ഇറാനല്ലല്ലോ ഈ യുദ്ധത്തിലേക്ക് വന്നത്. ഇറാൻ പ്രതിരോധിക്കുകയും പ്രത്യാക്രമണം നടത്തുകയുമായിരുന്നു. അമേരിക്ക ഇപ്പം ഒട്ടും കഴിയാത്ത സ്ഥിതിയാണ്. ഇനി അങ്ങനൊരു യുദ്ധം ഉണ്ടാവില്ലെന്ന് അമേരിക്ക മിഡിൽ ഈസ്റ്റിലെ ചങ്ങായിമാർക്ക് അറിയിപ്പ് കൊടുത്തു എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അതുകൊണ്ട് തന്നെ അവരൊരു നോർമൽ ലൈഫ് ഉണ്ടല്ലോ, സ്കൂളുകൾ തുറക്കുക, അത്തരം കാര്യങ്ങളൊക്കെ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സമ്പുഷ്ടീകരിച്ച യുറേനിയം എടുക്കാൻ ഇസ്ഫഹാനിൽ തന്ത്രപരമായി ആളുകളെ രക്ഷിക്കാൻ എന്ന പേരിൽ എത്തിയവരെ വെടിവെച്ച് തിരിഞ്ഞോടി വണ്ടി കയറി രക്ഷപ്പെട്ടുവെന്ന് കഴിഞ്ഞ ദിവസം IRGC പറയുകയുണ്ടായി. ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയത്തോടുള്ള നമ്മുടെ ട്രംപിന്റെ താല്പര്യം കാണുമ്പോൾ എന്തെങ്കിലും ഒന്ന് എടുത്തുകൊണ്ട് പോകാൻ അനുവദിച്ചിരുന്നെങ്കിൽ കിട്ടിയെന്നും പറഞ്ഞിട്ട് ഈ യുദ്ധം അവസാനിപ്പിച്ചേനെ. കാരണം ട്രംപിന് എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി. ഒരു കുടത്തിനകത്ത് കുറച്ച് ചാരോ ഉപ്പും ഇട്ട് കൊടുത്താലും യുറേനിയം കിട്ടിയെന്നും പറഞ്ഞ് പുള്ളി അത് കൊണ്ടുപോയെന്നെ. അതാണ് പുള്ളി ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. ഇറാൻ അതിന്റെ അടുത്ത് വരെ എത്തിക്കഴിഞ്ഞു, ഇറാൻ അതിനോട് ചേർന്ന് കഴിഞ്ഞു, അതുകൊണ്ട് ഇനിയൊരു പ്രശ്നവും അവിടെ ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്ന സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പുള്ളി തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിനോട് ഇങ്ങനെ സ്വയം അതിനെ വിശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുക. യുദ്ധം തീരാറായി, ഇനി വഴക്കൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് ഇത് തീരും. ലെബനനുമായി സമാധാന കരാർ ഒപ്പിടാനായിട്ട് പെട്ടെന്ന് അവരെ വിളിച്ചിട്ടുണ്ട്. ഇത്തരം ചർച്ചകളാണ്. ഇറാൻ വളരെ കൃത്യമായി പറയുന്നു, ഞങ്ങളങ്ങനെ സമ്പുഷ്ടീകരിച്ച യുറേനിയം അമേരിക്കയ്ക്ക് കൈമാറാമെന്ന് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല, ചെയ്യുകയുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. റഷ്യ പറഞ്ഞത്രേ അത് ഞങ്ങൾ സ്വീകരിച്ചോളാമെന്ന്. അപ്പോൾ അമേരിക്കയ്ക്ക് അത് സ്വീകാര്യമല്ല എന്നതാണ് കേൾക്കാനിടയായത്. ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം എല്ലാം അവിടെ ഇരിക്കുന്നതിനോടുകൂടി തന്നെ ഇറാന് നോർത്ത് കൊറിയയുമായി ഒരു കരാർ ഒപ്പിട്ടാൽ, അതായത് ആയുധങ്ങൾ പരസ്പരം ആക്രമിച്ചാൽ സഹായിക്കാനും ഏത് ആയുധങ്ങളും കൈമാറാനും തീരുമാനിച്ചാൽ ഇതങ്ങ് തീർന്നു. പിന്നെ ഇറാനെ ആക്രമിച്ചാൽ കിമ്മളിയന് കൊടുക്കാം അണുബോംബ്, ഇങ്ങോട്ട് കൊടുക്കണമെന്നില്ല. അവിടുന്ന് വിട്ടാൽ അങ്ങ് ന്യൂയോർക്കിൽ പോയി അടുക്കളയിൽ വീഴുന്ന സാധനം പുള്ളിയുടെ കയ്യിലുണ്ട്. ഈ അടുത്ത സമയത്ത് പുള്ളി തമാശ പോലെ കുറേ പുതിയ മിസൈലുകൾ വികസിപ്പിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അടുക്കളയുടെ മുറ്റത്തല്ല, അങ്ങ് പോയി കുക്കറിനകത്ത് വീഴുന്ന സൈസ് സംഗതികൾ പുള്ളി വികസിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ രാജ്യവുമായി ബന്ധപ്പെട്ടൊരു കരാറുണ്ടാക്കിയാൽ ട്രംപിന്റെ ഈ വാദങ്ങളെല്ലാം പൊളിയുകയും അവസാനിക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് അതിൽ വലിയ വസ്തുതാപരമായ സംഗതി ഇല്ല എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. ട്രംപിന്റെ ഒരു തോന്നലിന്റെ പുറത്ത് ഇങ്ങനെ നിലവിളിക്കുന്നത് പോലെ ആവർത്തിച്ച് അവർ യുറേനിയം തരാമെന്ന് പറഞ്ഞു എന്ന് പറയുകയാണെന്നാണ് പൊതുവിൽ നടക്കുന്ന ചർച്ച. ഏതായാലും അതിനെ സംബന്ധിച്ചൊരു വ്യക്തതയും ഇതുവരെ ഒരു മാധ്യമങ്ങൾക്കും ഇല്ല.